പ്രിയ മാതാപിതാക്കളെ, സാറിൻ്റെ ചക്രക്കുട്ടന്മാരെ, സ്നേഹമുള്ള ടീച്ചേഴ്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പും ഒരു വീഡിയോയും കൂടെ ഇടുന്നതിനകത്ത്. നമ്മൾ ഈ ഒരു മാസമായിട്ട് നടന്ന 1.5 മാസമായിട്ട് നടന്ന ഒരു റിസർച്ച് ആക്ടിവിറ്റി നടന്നിരുന്നു. ഞാൻ കുട്ടികളോടും മാതാപിതാക്കളോടും അന്ന് പറഞ്ഞിരുന്നത്, റിസർച്ചിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്സർവ് ആൻഡ് റെക്കോർഡ് എന്ന ഒരു കൺസെപ്റ്റാണ്. അതാണ് ക്ഷമയോടുകൂടെ നമ്മൾ ചെയ്യേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യം. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ തൊട്ടേ എന്ത് കെയർഫുള്ളായിട്ടാണ് ഈ കുട്ടികൾ ചെയ്തതെന്നറിയാമോ? ഇറ്റ്സ് ബിയോണ്ട് മൈ ഇമാജിനേഷൻ. ഈ കുട്ടികൾ അതിന് വേണ്ടിയിട്ട് അന്ന് തൊട്ട് വർക്ക് ചെയ്യുകയും വളരെ കെയർഫുള്ളായിട്ട് അവരുടെ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുകയും അത് സമയത്ത് സബ്മിറ്റ് ചെയ്യുകയും ടീച്ചേഴ്സിനോട് ആവശ്യമുള്ള എൻക്വയറി നടത്തുകയും, ഒപ്പം എനിക്കറിയാം മാതാപിതാക്കളുടെ സപ്പോർട്ടും സഹകരണവും അതിനുണ്ടായി എന്നും കൂടെ ഞാൻ വിശ്വസിക്കട്ടെ. ഏതായാലും എൻ്റെ കുട്ടികൾ ആദിത്യ കൃഷ്ണ, അനുഗ്രഹ ജോൺ ബോസ്കോ, ശിവപ്രിയ, അഭിരാമി, ദിയ ഗോഡ്സൺ, ദിയ വിനോദ്, ആർത്രിക, ആൻമരിയ, ആര്യനന്ദ്, ഗായത്രി ബിബിൻ, ശ്രേയ മരിയ, നന്ദന, അനശ്വര. അപ്പം ഈ വീഡിയോയിൽ ഇല്ലാതെ ഇന്ന് വേറൊരു ആക്ടിവിറ്റിക്ക് പോയിരുന്നതുകൊണ്ട് എനിക്ക് ഞാൻ കുറച്ച് കുട്ടികൾ സംസാരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടാഞ്ഞ എൻ്റെ നിരഞ്ജനം കൂടെ ഇതിനകത്തുണ്ട്. ഇതെല്ലാവരും 7ാം ക്ലാസ്സിലെ കുട്ടികളാണ്. നമ്മൾ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട് വളരെ സ്നേഹത്തോടുകൂടി അത് ഏറ്റെടുക്കുകയും അത് ചെയ്യുകയും ചെയ്ത കുട്ടികളാണ്. എനിക്കെപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികളെ ഭയങ്കര ബഹുമാനമാണ്. ഇവരെന്ത് കാര്യക്ഷമമായിട്ടാണ്, എന്ത് സ്നേഹത്തോടുകൂടെ, എന്ത് ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് അവർ ചെയ്തതെന്ന് മിക്കവാറും കുട്ടികളൊക്കെ ചെയ്തു. പക്ഷേ ചെയ്തതിൽ ആത്മാർത്ഥത കാണിക്കുക എന്ന് പറയുന്നതും ചെയ്യുന്നത് പെർഫെക്റ്റ് ആക്കാനും പെർഫെക്ഷൻ കൊണ്ടുവരാനും ഒക്കെ ഉള്ളൊരു ശ്രമം, അത് ഈ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനപ്പുറത്തേക്ക് എനിക്കൊരു അതിശയവും കൂടെ ആയിരുന്നു ഈ കുട്ടികളുടെ വർക്ക് കണ്ടപ്പം. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, സ്നേഹമുള്ള ടീച്ചേഴ്സ്, എൻ്റെ കുട്ടികളെടാ, നിങ്ങളെ ഒരു ഡോക്ടർ, റിസർച്ച് സയൻറ്റിസ്റ്റ് എന്ന് വിളിക്കാൻ എനിക്കിഷ്ടമുണ്ട്. ബിക്കോസ് I know that, if you continue like this, one day you're going to be such a beautiful person, such a beautiful personality who is contributing much to the science. നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ സയൻസ് ടെമ്പറാമെൻറ്റ് ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിച്ചാൽ ഉറപ്പാണ് നമ്മളുടെ രാജ്യത്തിന് വാല്യുബിൾ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന, കുറേ നന്മകൾ കൊടുക്കാൻ പറ്റുന്ന, നമ്മുടെ നാടിന് നിൻ്റെ പേരിൻ്റെ പുറകിൽ നമ്മുടെ നാടിൻ്റെ പേര് എഴുതി വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ വളർന്നു വരും. നിങ്ങൾ ഇപ്പം കാണുന്നുണ്ടല്ലോ, ISROയിലേക്ക് ചെയർമാനൊക്കെ വരുമ്പോൾ നിങ്ങൾ കാണുന്നില്ല. ഇപ്പം മലയാളികളാണ് കുറേ നാളായിട്ടൊക്കെ, അല്ലേ, കാണുന്നുണ്ടല്ലോ. അതിനകത്തൊക്കെ അവരുടെ പേരിൻ്റെ കൂടെ അവരുടെ നാടിൻ്റെ പേരും കൂടെയാണ് വരുന്നത്. സാറിന് ഒരിക്കൽ ഒന്ന് ഫിംഗർ ചെയ്ത് കാണിക്കാനേ പറ്റത്തുള്ളൂ, നിങ്ങളെ ഡയറക്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്തു വെച്ചത് സാറിൻ്റെ ഇമാജിനേഷനിലേക്ക് അപ്പുറത്തേക്കാണ്. ഞാൻ മാതാപിതാക്കളോടാണ് എനിക്കുള്ള റിക്വസ്റ്റ്, ഇവരുടെ ഈ സയൻസ് ടെമ്പറാമെൻ്റ് എന്നും കാത്തു സൂക്ഷിക്കാനായിട്ട് അവർക്ക് വേണ്ടത്, ഈ കാര്യത്തിൽ വേണ്ടത് ചെയ്തു കൊടുക്കാൻ. നമ്മൾ എന്തെല്ലാം കാര്യത്തിന് കണ്ടമാനം സ്പെൻഡ് ചെയ്യുന്നു, അതിനകത്ത് നിന്ന് മാറ്റിയിട്ട് കുറച്ച് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഈ കുട്ടികളിലെ ഈ സയൻസിനോടുള്ള ഇഷ്ടം ഒന്ന് വളർത്തിക്കൊണ്ടുവരാനായിട്ട് നിങ്ങളും കൂടെ നിന്നിരുന്നെങ്കിൽ. എപ്പോഴും എനിക്ക് ഒരു കൈ ചൂണ്ടിയാകാൻ മാത്രമേ പറ്റൂ. ഒരു ടീച്ചറിന് എപ്പോഴും അങ്ങനെയാണ്, ഒരു കൈ ചൂണ്ടിയായി കാണിക്കാനുള്ളത്. മക്കളെ, ഇതാണ്, ദിസ് ഈസ് ദ വേ യു ഹാവ് ടു ചൂസ് ആൻഡ് ദിസ് ഈസ് ദ വേ യു ഹാവ് ടു ഗോ എന്ന് പറയുന്ന ഒരു കൈ ചൂണ്ടിയാകാൻ മാത്രമേ. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പം ആരോ കാണിച്ചിട്ട് ട്രിവാൻഡ്രം എന്ന് കാണിക്കുന്നില്ല, അതുപോലെ ഒരു കൈ ചൂണ്ടിയാകാൻ മാത്രമേ എനിക്കാവൂ. അതിനപ്പുറത്തേക്ക് എനിക്കാവില്ല. ദർ ഇസ് എ ലോട്ട് ഓഫ് ലിമിറ്റേഷൻസ്. പക്ഷേ അങ്ങനെ വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ കൂടെ നടക്കാനും കൂടെ നിൽക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഈ കുട്ടികളിൽ കണ്ടു തുടങ്ങിയ ഈ നമ്മളുടെ നാടിനോടുള്ള ഒരു ഏൽപ്പിക്കുന്ന കാര്യം ശ്രദ്ധയോടെ ചെയ്യാനുള്ള അവരുടെ ആത്മാർത്ഥതയെ ഞാൻ കണ്ടമാനം ഇഷ്ടപ്പെടുന്നു. അതല്ല, അത് അങ്ങനെ അത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് വൺ ഡേ ദേ ക്യാൻ ബി സംതിങ്, അവരായിരിക്കും. അപ്പം ഐ ലൈക്ക് ടു കോൾ ദീസ് മൈ ചിൽഡ്രൻ ഡോക്ടർ, റിസർച്ച് സയൻറ്റിസ്റ്റ് എന്ന് തന്നെ വിളിക്കാനാണ്. ഇന്ന് തൊട്ട്
നമ്മുടെ ക്യാമ്പസിൽ വരുമ്പം ഞാനും നമ്മളെ ടീച്ചേഴ്സും ഈ കുട്ടികളെ ഡോക്ടർ റിസർച്ച് സയൻറ്റിസ്റ്റ് എന്ന് തന്നെ വിളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒപ്പം നമ്മളെ ഈ കാര്യത്തിന് സഹായിക്കാൻ ഇന്ന് തൊട്ട് ഈ കുട്ടികളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാനായിട്ട് സഹകരിക്കാൻ ഇതിൽ കാണുന്ന 2 ടീച്ചേഴ്സ് ഉണ്ട് നമ്മളുടെ ഇവിടെ. ഒന്ന് നമ്മളുടെ ജോമിയ ടീച്ചറാണ്. ജോമിയ ടീച്ചർ ഷീസ് ഗുഡ് ഇൻ കെമിസ്ട്രിയിലെ ഒരു വലിയ ഫാക്കൽറ്റിയാണ് ടീച്ചർ. ഒപ്പം നമ്മളുടെ സൂര്യ ടീച്ചർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂര്യ ടീച്ചർ. ജോമിയ ടീച്ചർ കുറച്ച് യങ്ങാണ്, അതുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ കുറച്ച് വൈബ്രേഷൻ ഉണ്ടാക്കാൻ ടീച്ചറിന് നടക്കും എന്നും കൂടെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് ഈ കുട്ടികളെ എന്നും ഇങ്ങനെ കാണാനും ഒരിക്കൽ നമ്മളുടെ നാടിൻ്റെ പേര് അവരുടെ പേരിൻ്റെ ബാക്കിയായിട്ട് എഴുതി കാണാനായിട്ട്, ലൈക്ക് ആദിത്യ കൃഷ്ണ ആലപ്പുഴ അല്ലെ ആലപ്പി എന്നൊക്കെ അറിയാൻ, ശിവപ്രിയ ആലപ്പി എന്നൊക്കെ അറിയാൻ, ആർത്രിക ആലപ്പുഴ എന്നൊക്കെ അറിയാൻ, അങ്ങനെ ഓരോ കുട്ടികളുടെയും പേരിട്ട് അങ്ങനെ നമ്മുടെ ആലപ്പുഴ അങ്ങനെ അറിയപ്പെടാൻ ഈ കുട്ടികൾ നമ്മൾക്ക് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു തരും. അവരുടെ ഇടയ്ക്ക് ഇഷ്ടം പോലെ they do have a lot of capacity, caliber, inborn capacities are there with them. പക്ഷെ അത് ഞാനും നിങ്ങളും നമ്മുടെ ടീച്ചേഴ്സും കൂടെ ഒന്ന് വിചാരിക്കുവാണെങ്കിൽ ഐ ഡു ബിലീവ് ഈ കുട്ടികളെ നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റും. ഗോഡ് ബ്ലസ് യു മൈ ചിൽഡ്രൻ. എൻ്റെ ചക്കരക്കൊട്ടന്മാർക്ക് എല്ലാ ജീവിത അനുഗ്രഹങ്ങളും ആശംസകളും സാർ നേരട്ടെ. ഒരിക്കൽ നിന്നെ എന്തെങ്കിലും ഒരു കാലത്ത് ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് നീ ഒരു റിസർച്ച് സയൻറ്റിസ്റ്റായിട്ട് മാറുമ്പം ഇൻ്റർവ്യൂ എടുക്കുന്ന കാലത്ത് ഞങ്ങളുടെ പ്രിൻസിപ്പൾ 1 മിനിറ്റ് എൻ്റെ കൂടെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്ന് പറയുന്നത് മാത്രം കേട്ടാൽ മതി. സാറിന് അതിനപ്പുറത്തേക്കൊന്നും ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ ടീച്ചർ ജോമയ ടീച്ചറും എൻ്റെ സൂര്യ ടീച്ചറും ഞങ്ങളെ ബാക്കപ്പ് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കുട്ടികൾ വളർന്നു വരിക. ആൻഡ് നിൻ്റെ പേരിൻ്റെ പുറകിൽ മാത്രം ഞങ്ങൾ എൻ്റെയും ജോമിയ ടീച്ചറിൻ്റെയും സൂര്യ ടീച്ചറിൻ്റെയും പേര് മതി, നമ്മളുടെ നാടിൻ്റെ പേരും മതി. അങ്ങനെ അഭിമാനത്തോടെ ജീവിക്കാൻ എൻ്റെ കുട്ടികൾക്കാവട്ടെ എന്ന് സാർ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു മൈ ചിൽഡ്രൻ. ലവ് യു.